ഗായത്രി ബാബു, ഇവിടെ ജിജി തോംസൺ സാർ ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ട്. 2015 ഓപ്പറേഷൻ അനന്ത, അത് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ക്രിയാത്മകമായി ഇടപെടുകയായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ആ സംഭവം കൂടെ പറയുകയുണ്ടായി ചില മാധ്യമങ്ങളോട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം PTP നഗർ വഴി ഔദ്യോഗിക വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യാത്രാ തടസ്സം. ഞാനൊരു കാര്യം ചെയ്യാം, അത് ശ്രീ ജിജി തോംസൺ തന്നെ അത് പറയട്ടെ. സർ, ആ ഘട്ടം എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ അനന്തയിലേക്ക് പോകാനുള്ള ആ പ്രത്യേകമായ സാഹചര്യമെന്ന് താങ്കളൊന്ന് പറയാമോ? ഇല്ല, ഞാൻ ചീഫ് സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തത് 2015 അന്ന് ഒരു ദിവസം പെട്ടെന്നൊരു ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി. ഞാൻ കൊച്ചാർ റോഡിൽ കൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വന്നു. അപ്പോൾ ഡ്രൈവർ അത് PTP നഗറിലേക്ക് പോകാം, ഉയർന്ന സ്ഥലമായിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബന്ധപ്പെട്ട വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിഴക്കേക്കോട്ടയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ കിഴക്കേക്കോട്ടയിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, കഴുത്തറ്റം വെള്ളമാണ്, ഇവിടെ മാമേധ്യം ഒഴുകി നടക്കുന്നു, ചത്ത എലികൾ ഒഴുകി നടക്കുന്നു, പാറ്റ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുന്നു. സാറേ, ഇത് എന്ത് ജീവിതമാണ്? ഇതിനൊക്കെയാണോ നിങ്ങളെയൊക്കെ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നോട് മുഷിഞ്ഞ് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കൂ, ഞാൻ ചീഫ് സെക്രട്ടറി ആയിട്ട് അധികം നാളായില്ല, അപ്പോൾ എന്നോട് നിങ്ങളിങ്ങനെ കയർക്കുന്നത് എന്തിനാണ്? അപ്പോൾ പറഞ്ഞു, സാറേ ക്ഷമിക്കണം, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, സാർ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് വരെ എനിക്ക് ഈ മനുഷ്യൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അന്ന് കേട്ടപാടെ സെക്രട്ടറിയേറ്റ് ചെന്നിട്ട് അന്നത്തെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം പോയി നോക്കി. അപ്പോൾ കണ്ട കാഴ്ച എന്താണ്? മോഡൽ സ്കൂളിൻ്റെ താഴെ മോഡൽ സ്കൂളിൻ്റെ താഴെയുള്ള ഭാഗത്ത് നിന്ന് ഹൈസിന്ത് ഹോട്ടലിൻ്റെ പെറലിൽ കൂടി പോകുന്ന ഓട മുഴുവനും പരിശോധിച്ചപ്പോൾ അവിടെയുള്ള പല പത്രസ്ഥാപനങ്ങളുടെ പോലും പിന്നെ പുറകിലുള്ള അവിടെ റോൾസൊക്കെ വയ്ക്കുന്നതും സാധനങ്ങളും എല്ലാം അതിൻ്റെ തൂണുകൾ ഞങ്ങളുടെ തോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവിടെ മോസ്ക് ലൈനിൽ വന്നു. മോസ്ക് ലൈൻ വഴി ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പോകുമ്പോഴേ ഇഷ്ടംപോലെ കയ്യേറ്റങ്ങളുണ്ടായി. ഇതെല്ലാം അന്ന് PRD കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം ക്യാബിനറ്റ് കൂടുന്ന ദിവസമായിരുന്നു. രാവിലെ ക്യാബിനറ്റ് കൂടുമ്പോൾ ചീഫ് മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സർ, ക്യാബിനറ്റ് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു 10 മിനിറ്റ് എനിക്ക് തരണം, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചു തരാനുണ്ട്. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ മന്ത്രിമാർ എന്നെ പറഞ്ഞു, ഇത് എവിടെയാണ്, കേരളത്തിലോ? ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് പ്രശ്നം, നമ്മുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അറിയുന്നില്ല. ഇതിവിടെ തൊട്ടടുത്തായാണ്. ഇവിടെ SS കോവിൽ റോഡെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അവിടെ വീഴുന്ന സ്ഥലമാണ്. അവിടെ എല്ലാം ഉള്ള കയ്യേറ്റങ്ങളാണ് കാണിച്ചത്. അപ്പോൾ പറഞ്ഞു, ഇത് മാറ്റുന്നത് അന്യായമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുക്കണം. അപ്പോൾ ആര് നടപടികൾ എടുക്കും? അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞു, അത് ചീഫ് സെക്രട്ടറി എന്നെ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ജോലിയല്ല, ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ മുറിയിലിരുന്ന് എനിക്ക് ഉത്തരവുകൾ പാസ്സാക്കിയാൽ മതി, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് എൻ്റെ ജോലി. പക്ഷേ ഇത് ഇന്നത്തെ അവസ്ഥയിൽ ഇത് ഞാൻ തന്നെ പോയി ചെയ്യണമെന്ന് എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മിനിസ്റ്ററും ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ ആ പകുതി വഴി വെച്ച് ഞാൻ പണി ഉപേക്ഷിക്കും, അത് ഞാൻ പരസ്യമായിട്ട് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ത്രെട്ടനിങ് തന്നെ നടത്തിയതിന് ശേഷം ഞാൻ ആ ജോലി ഏറ്റെടുത്തത്. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു മുമ്പ് വേണു പറഞ്ഞില്ലേ, മേയർ ഇപ്പോൾ വിളിക്കുമ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ അതോറിറ്റീസും മീറ്റിങ്ങിന് വരുന്നില്ല. അവരിപ്പോൾ നാളെ നിങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം റെയിൽവേ ഇവരെക്കാളുമൊക്കെ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഇവരെയൊക്കെ മര്യാദയ്ക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ പാവം മേയറിനെ കൊണ്ട് സാധിക്കില്ല. ഗായത്രി ബാബു, അതാണ് ഒരു ഫോൺ കോൾ, ഒരു സാധാരണക്കാരൻ്റെ ഒരു ഫോൺ കോൾ, അതിൽ നിന്നാണ് ഓപ്പറേഷൻ അനന്തയുടെ തുടക്കം. അപ്പോൾ നാം ചീഫ് സെക്രട്ടറിയോടാണ് കടപ്പെട്ടിരിക്കുന്നതെങ്കിലും ചീഫ് സെക്രട്ടറിക്ക് പോലും ഇപ്പോഴും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളോടാണ് നാം എല്ലാവരും കടപ്പെട്ടിരിക്കുന്നത്, അല്ലേ? കാരണം ആര് പറയുന്നു എന്നതല്ല, എന്തു പറയുന്നു, ഏത് സാഹചര്യം എന്നതാണ് പ്രധാനം. അതിനോടങ്ങനെ പ്രതികരിക്കുന്നു ഒരു ചീഫ് സെക്രട്ടറി ആയാലും അന്നത്തെ മന്ത്രിസഭയായാലും ഒക്കെ. ഇവിടെ ശ്രീ ജിജി തോംസൺ പറഞ്ഞൊരു കാര്യമുണ്ട്, 2015 കഴിഞ്ഞപ്പോൾ പിന്നെ ഓപ്പറേഷൻ അനന്തമായി തുടരുകയല്ല ചെയ്തത്, അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയോ നിർത്തലാക്കുകയോ ആണ് ചെയ്തത്. എന്താണ് ആ കാര്യത്തിനകത്തൊരു അഭിമാനക്ഷതം തോന്നുന്നത് പിണറായി സർക്കാരിന്? ഈ പറയുന്ന ഇവരാരെയൊക്കെയാണോ അവിടെ നിന്ന് ഒഴിപ്പിച്ചത് ഈ സർക്കാർ പുറമ്പോക്കിൽ, അവിടേക്കെല്ലാം ഒഴിപ്പിക്കപ്പെട്ടവരായാൽ തിരികെ വന്നു, മറ്റു കൂട്ടർ തിരികെ വന്നു, ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും കോർപ്പറേഷൻ കാണാതിരിക്കുകയാണോ? ഓപ്പറേഷൻ അനന്തയെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആളുള്ള ഒരു വേദിയിൽ ഔദ്യോഗികപരമായി അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം,
ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന തരത്തിലുള്ള നേരിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റുകൾ എത്ര പ്രായോഗിക അത് നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഒന്നാണ്. ഒന്ന്, ഇപ്പോൾ സർക്കാരുകളുടെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയുമായിട്ടുള്ള വിവിധ ഭവന പദ്ധതികളുണ്ട്. അതിൽ നമുക്ക് പല ആളുകൾക്ക് നമ്മൾ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. പക്ഷെ അപേക്ഷകർക്ക് എല്ലാവർക്കും അത് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ഥലപരിമിതി. ശ്രീ ജിജി തോംസണിലൂടെ ചീഫ് സെക്രട്ടറിമാരുടെ കുലം അവസാനിച്ചില്ല. അതിനുശേഷം ഇതിന്റെ തുടർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് SM വിജയാനന്ദ് സാറ് റിപ്പോർട്ട് കൊടുത്തു. അതിനോട് മുഖം തിരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇപ്പോഴും ഈ പറഞ്ഞ ജിജി തോംസൺ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മേയർ കൂട്ടിയാൽ കൂടില്ല, കോർപ്പറേഷൻ കൂട്ടിയാൽ കൂടില്ല. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് V വേണുവിടെ ഇരിപ്പുണ്ടല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ശക്തമായൊരു വകുപ്പും ഒരു അധികാരവും ഉണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ റെയിൽവേ ഒക്കെ അവിടെ വന്ന് നിന്ന് ഇതിനോട് സഹകരിക്കും. എന്തേ അതിലേക്ക് മുതിരുന്നില്ല? അപ്പോൾ റെയിൽവേ ഇപ്പോൾ പഴിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം രക്ഷപ്പെടുക, ബാക്കിയുള്ള എന്തൊക്കെയാണോ കുഴപ്പക്കാർ അവർക്കൊക്കെ പരിരക്ഷ നൽകുക. ഇതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്ന്, ചീഫ് സെക്രട്ടറി V വേണുവിനെ സംബന്ധിച്ചൊന്നും പറയാൻ ഞാനാളല്ല. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇവിടെ വളരെ ലളിതമാണ്. ഈ പറയുന്ന ദുരന്ത നിവാരണ നിയമപ്രകാരം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഘട്ടമാണ്. റെയിൽവേ ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിമർശിക്കുന്ന പോലെ ഡോക്ടർ V വേണു ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് ഈ അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ അത് തന്നെ ചൂണ്ടിക്കാട്ടപ്പെടണം. ഇതില് ഇപ്പോൾ ഞാൻ പറഞ്ഞത് താങ്കളുടെ ഒരു കൗൺസിലർ മാത്രമാണ് V വേണു ഉദ്യോഗസ്ഥ മേധാവിയാണ്. അങ്ങനെ കരുതണ്ട. കാരണം ഒരു ഉദ്യോഗസ്ഥ മേധാവിയെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ശ്രീ ജിജി തോംസൺ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അയാൾ പറഞ്ഞ ഒരു പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശമാണ്. നമ്മൾ കാണേണ്ടത് ഇന്നലെ രാവിലെ 11 മണി മുതൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ സ്ഥലത്തുണ്ട് എന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തിരുവനന്തപുരത്തെ തലവനായി നിൽക്കുന്നത് ജില്ലാ കളക്ടറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇതുവരെ ഞങ്ങൾ എത്രമാത്രം അവിടെ ഇടപെട്ടിട്ടുണ്ടോ അത്രയും തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു ആള് ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശവും കൂടി കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജിജി തോംസൺ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഇടപെടരുത് എന്ന്. അപ്പൊ പല ഇടപെടലുകൾ, അതിന്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടേണ്ട പല ഇടപാടുകൾ ഒക്കെ ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും യാദൃച്ഛികമല്ല, ഒരു കളക്ടറിലേക്ക് മാത്രമായ ഉത്തരവാദിത്തങ്ങൾ